ഈ അടുത്ത് കേരള ഗവൺമെൻറ് ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ഒരു പദ്ധതിയുമായി വന്നിട്ടുണ്ട്. ഈ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്നതിനെ കുറിച്ച് മൈത്രേയന്റെ അഭിപ്രായം എന്താണ്? സത്യത്തിൽ ജൈവ കൃഷി എന്നല്ല പറയേണ്ടത്. കൃഷി ആധുനികമായ രീതിയിൽ ചെയ്യണം എന്നാ പറയേണ്ടത്. ഈ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കണോ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കണോ എന്ന് ചോദിക്കുന്ന ചോദ്യം പോലത്തെ ഒരു ചോദ്യമാണ് ഈ ജൈവ കൃഷി എന്ന് പറയുന്ന സമയത്ത്. അതെന്തോ ഒരു എന്താണ് മോറലി റൈറ്റ് ആയതുപോലുള്ള ഒരു മോറൽ ഇഷ്യൂ പോലെ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ലോകത്ത് മറ്റ് ജീവികളെ നമ്മളുടെ ഒപ്പം തന്നെ അവയെല്ലാം ആവശ്യമുള്ള ജീവികളായി കാണുകയും ചില സന്ദർഭങ്ങളിൽ അവരെ ആവശ്യമില്ലാതെ വരുന്നതുമായ രീതിയിലാണ് നമ്മളിത് കാണേണ്ടത്. ഇപ്പം ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് നമ്മൾ ഈ ഇൻസെക്ടിസൈഡ്സ് എല്ലാം കണ്ടുപിടിച്ചത്. 50കൾക്ക് ശേഷമാണ് നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻസെക്ടിസൈഡ്സ് വരുന്നത്. അപ്പം അതിന് മുമ്പുണ്ടായിരുന്നവരെല്ലാം ജൈവ കൃഷിയാണ്, ജൈവമാണ് കഴിച്ചിരുന്നതെന്ന് നമ്മൾ മറന്നുപോയത്. ഇതാണ് ആൾക്കാർ മറന്നു പോകുന്ന ഒരു കാര്യം. ജൈവ കൃഷി ആരംഭിക്കണം എന്നൊക്കെ പറയുമ്പം എന്തോ ഒരു പുതിയ സമ്പ്രദായമാണെന്ന് തോന്നിപ്പോത്തില്ല. ഞാനൊക്കെ ജനിച്ചു വളരുന്ന ആ സമയത്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഈ ബ്ലോക്ക് ഓഫീസൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്ത്, ബ്ലോക്ക് ഓഫീസ് എന്നാ അതിന് പറയുന്നത്. ഞങ്ങളന്ന് പറയുന്ന ബ്ലോക്ക് ഓഫീസ് എന്നായിരുന്നു. ആ ബ്ലോക്ക് ഓഫീസ് എന്ന് പറയുന്നത് ഈ കൃഷിഭവനത്തിനെ ആയിരുന്നു. അപ്പൊ അതിനിങ്ങനെ ഓരോ ബ്ലോക്കായിട്ട് തിരിച്ചിട്ട് അതിനൊരു ഉദ്യോഗസ്ഥനാണ്. അന്ന് ബി ഡി ഒ എന്നാണ്, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ എന്നായിരുന്നു പറയുന്നത്. അപ്പൊ അവരൊക്കെയാണ് പുതിയ വിത്തനങ്ങൾ കൊണ്ടുവരിക. ഈ ഇൻസെക്ടിസൈഡ്സ് എല്ലാം ഗവൺമെന്റിന്റെ നേതൃത്വത്തിലായിരുന്നു നമുക്ക് തന്നിരുന്നത്. അപ്പം അന്ന് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്തിരുന്നതാണ്. അതിന് ഒരു സംശയമില്ലാതെ ധാരാളം ഉൽപാദനം കൂടുകയും ഇന്ന് നമ്മൾ കാണുന്ന തരത്തിൽ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാവുകയൊക്കെ ചെയ്തതെല്ലാം ഇത്തരത്തിലുള്ള കൃഷി സമ്പ്രദായങ്ങൾ ആരംഭിച്ചിട്ട് തന്നെയാണെന്നുള്ളതിന് സംശയമൊന്നും നമുക്ക് വേണ്ട. പക്ഷെ ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിക്കുമ്പം പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് ഇൻസെക്ടിസൈഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ജീവിക്ക് മാത്രമായിട്ട് അതിനെ മാറ്റുന്നതിന് വേണ്ടി മാത്രമായിട്ട് അത് ഉപയോഗിക്കാൻ കഴിയാത്ത ബ്രോഡ് സ്പെക്ട്രം എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു വലിയ മേഖലയിലുള്ള ജീവികളെ മുഴുവൻ അത് ബാധിക്കും. അപ്പൊ നമ്മളിപ്പോ നെല്ലിന് ഇലചുരുട്ടി പുഴുവിന് വേണ്ടി നമ്മൾ അടിക്കുന്നത്, അത് തന്നെ ആ വിഷം തന്നെ താഴെയുള്ള തവളയും മീനെയും എല്ലാം കൊല്ലും. ഇതാണ് അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കിയ സ്ഥലം. അപ്പൊ ഇലചുരുട്ടിപ്പുഴു പോയി വിളവുണ്ടാകും. പക്ഷെ അതിനോട് ബന്ധപ്പെട്ട് ആ ജീവിയോട് അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന ചെടിയോട് ബന്ധപ്പെട്ട് വരേണ്ട മറ്റു കുറെ ജീവികളും കൂടെ ഒക്കെ ഉണ്ട്. അതിനെയെല്ലാം നശിപ്പിക്കുന്ന നിലവാരത്തിലായിരുന്നു ഈ ഇൻസെക്ടിസൈഡ്സ് ആദ്യം കണ്ടുപിടിച്ചിരുന്നത്. ഞാൻ സ്പെസിഫിക് ആയിട്ടുള്ള വളരെ ഏതെങ്കിലും ഒരു ജീവിയെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള വിഷം നമുക്ക് അന്നില്ല. ഇതുപോലുള്ള ഒരു വ്യത്യാസവും ഉണ്ട്. അപ്പൊ എന്തു പറ്റി? ക്ഷുദ്രജീവികൾ എന്നായിരുന്നു പണ്ട് കാലത്ത് ഈ കൊച്ചു കീടാണുക്കൾ എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു. അപ്പൊ എല്ലാ കീടത്തിനെയും നമുക്കിപ്പോ ഉറുമ്പ് കടിക്കുന്നു, ഉറുമ്പ് കടിക്കുന്ന കാരണം കൊണ്ട് മരത്തെ കയറാനായിട്ട് ഉറുമ്പിന് DDT നമ്മൾ ഇടണമെന്ന് പറയുമ്പം ആ ഉറുമ്പ് മാത്രമല്ലാത്ത ആയിരക്കണക്കിന് കൊച്ചു കൊച്ചു ജീവികൾ ആ മരങ്ങളിൽ ഉണ്ടായിരുന്നതെല്ലാം ചത്തു. ഇതാണ് നമ്മുടെ പ്രശ്നമായിട്ട് മാറിയത്. ഉറുമ്പ് കടിക്കാതെ നോക്കാൻ ഉറുമ്പിനെ നമ്മൾ തീ വെച്ച് കൊല്ലുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ലോകത്തുള്ള സകല ജീവികളും ഉപദ്രവിക്കപ്പെടത്തില്ല. പക്ഷെ ഉറുമ്പെ മരത്തെ കയറുന്നവനെ അവന്റെ ദേഹത്ത് ചാരം വാരി തേച്ചും ഒക്കെ മരത്തെ കയറിക്കൊണ്ടിരുന്നതാണ്. തീ വെച്ച് കൊന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളവർ തന്നെ. പക്ഷെ അപ്പൊ വ്യാപകമായ ഒത്തിരി ജീവികളെ ഒന്നിച്ച് ബാധിക്കുന്ന നിലവാരത്തിലല്ലായിരുന്നു. ഈ വിഷം കണ്ടുപിടിച്ച സമയത്തുണ്ടായത് ഏതെങ്കിലും അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പെസ്റ്റ് എന്ന് പറയും. നമ്മൾക്ക് ഉപദ്രവകാരിയായിട്ടിരിക്കുന്ന ഒരു ജീവി, ആ ജീവിയെ സിംഗിൾ ഔട്ട് ചെയ്ത് അതിനെ പ്രത്യേകം മാറ്റി അതിന് മാത്രം ബാധിക്കുന്ന നിലവാരത്തിൽ വിഷങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ആദ്യകാലത്ത് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഒരു വിഷം നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒത്തിരി ജീവികളെ നമുക്ക് ആവശ്യമുണ്ടായിരുന്നു എന്ന് സത്യത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാത്തതായിട്ടുള്ള ജീവികളുമുണ്ട്.
ഇപ്പം ഇൻസെക്ട്സിനെ ബാധിക്കുന്ന നിലവാരത്തിലുള്ള ഒരു വിഷം നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ആ അത് ചിലപ്പം ഒരു വണ്ടായിരിക്കും നമ്മളെ വന്ന് മുട്ടയിട്ട് ഉപദ്രവിക്കുന്നത്. മുട്ടയിട്ട് അതിന്റെ ലാർവ പുറത്തിറങ്ങി അതിനെ കൊല്ലാനായിരിക്കും വിഷം ഉപയോഗിച്ചത്. പക്ഷെ ഇൻസെക്റ്റിന് ബാധിക്കുന്ന നിലവാരത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ഷഡ്പദങ്ങളെന്ന് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ അകത്ത് ദശയും പുറത്ത് തോടുമായിട്ടുള്ള അതാണ് ഈ ഇൻസെക്ട് എന്ന് പറയുന്നത്. ഞാൻ നേരിട്ട് ശരീരത്തിനകത്തൂടെ ഓക്സിജൻ എടുക്കുന്ന ജീവികളും പുറത്ത് സ്കെലിറ്റൻ, അതിന് എക്കോസ്കെലിറ്റൻ എൻഡോസ്കെലിറ്റൻ എന്ന് പറയുന്ന തരത്തിലൊക്കെ നമ്മൾ ഇതിരിക്കണം. ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ അകത്ത് എല്ലും അതിന്റെ പുറത്ത് ദശയുമാണ്. വണ്ടൊക്കെ അങ്ങനെയല്ല, പുറത്ത് എല്ലും അകത്ത് ദശയുമാണ്. ഇതൊക്കെയാണ് അതിനകത്ത് വ്യത്യാസങ്ങൾ. അപ്പം അങ്ങനെയുള്ള ജീവികളെ, അകത്തുള്ള ദശയുള്ള ജീവികൾക്ക് ശ്വാസം നേരിട്ട് എടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് തടസ്സം ഉണ്ടാക്കുന്ന നിലവാരത്തിലുള്ള ഒരു വിഷമായിരിക്കും കണ്ടുപിടിക്കുന്നത്. അപ്പൊ അത് നമ്മളെ ബാധിക്കത്തില്ല. അല്ലാതെ എല്ലാ വിഷവും ഇൻസെക്ട്സിനെ ബാധിക്കുന്ന എല്ലാ വിഷവും നമുക്കും ബാധിക്കും എന്നുള്ള തെറ്റിദ്ധാരണയോടെ ആൾക്കാർ സംസാരിക്കാറുണ്ട്. അങ്ങനെ കഴിയില്ല. അപ്പൊ ഈ വിഷം തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ അത് വിഷം ഉണ്ടാക്കി അത് ഇത്ര ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി നേർപ്പിച്ചെന്ന് പറയും. നേർപ്പിച്ച് വേണം അത് സ്പ്രേ ചെയ്യാൻ. പക്ഷെ നമ്മൾ ഒരിക്കലും ഈ ഇൻസ്ട്രക്ഷൻസ് ഒന്നും ഒരിക്കലും വായിക്കും. പക്ഷെ അപ്പോഴും അനേകം ഇപ്പോൾ ഇത്തരം രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന, കെമിക്കൽസ് ഉപയോഗിക്കുന്നതിന്റെ ഒരു ഔട്ട്പുട്ട് മനുഷ്യനിലേക്ക് കടന്നു വരില്ലേ? അത് തന്നെ, ഈ കെമിക്കൽ അല്ലാത്ത ഒന്നും തന്നെ ലോകത്തില്ല. അല്ലെ, രാസപദാർത്ഥം എന്ന് നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈ കഴിക്കുന്നതും നമ്മളും എല്ലാം കെമിസ്ട്രി ആണെന്ന് അറിയാൻ കൂടെ വേണം. അല്ലാതെ കെമിക്കലായത് ചിലതും കെമിക്കൽ അല്ലാത്തതില്ല. അതിന് ആളുകൾ നമ്മൾ നിർമ്മിച്ച കെമിക്കലിനെ മാത്രമാണ് കെമിക്കൽ എന്ന് പറയുന്നത്. അല്ലാതെ ഏത് വസ്തുവും, ലോകത്തുള്ള വസ്തുക്കള് ഫിസിക്സും കെമിസ്ട്രിയും അതിനുശേഷം ബയോളജി ആയിട്ട് നിൽക്കുന്ന തരത്തിലാണ് ഉള്ളത്. അല്ലാതെ കെമിക്കലായ വസ്തു എന്ന് പറഞ്ഞത് സംസാരിക്കുന്നത് നമ്മൾ ലാബറട്ടറിയിൽ ഉണ്ടാക്കുമ്പോൾ മാത്രം അത് കെമിസ്ട്രി ആയി മാറുന്നു എന്ന് തെറ്റിദ്ധരിച്ച ഒരു മനുഷ്യന്മാരുടെ ലോകമുണ്ട്. അതുകൊണ്ടാണ് ഇയാൾ ആ ചോദ്യം തന്നെ ചോദിക്കുന്നത്. അതാണ് ആൾക്കാരെ എപ്പോഴും ബാധിക്കുന്നത്. രാസം എന്നുള്ള പ്രയോഗം എന്തോ ഇത് ലാബറട്ടറിയിൽ ഉണ്ടാക്കുന്നതാണെന്ന് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ഈ തിന്നുന്ന പഴങ്ങളെല്ലാം രാസവസ്തുക്കൾ ആണ്. നമ്മുടെ വൈറ്റമിൻ എന്ന് പറയുന്നത് രാസവസ്തുവാണ്, പ്രോട്ടീൻ എന്ന് പറയുന്നത് രാസവസ്തുവാണ്, നമ്മൾ രാസവസ്തുക്കളാണ് എന്നൊക്കെ അറിയേണ്ടതുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ സൃഷ്ടിക്കുന്നത് മാത്രമാണ് രാസവസ്തു എന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്നാണ് അത്തരത്തിലുള്ള ഒരു പ്രയോഗം തന്നെ ഇയാള് ഇപ്പൊ ചോദിക്കുമ്പോൾ ഇതാണ് ഈ ഓർഗാനിക് എന്ന് പറയുന്ന നമ്മൾ ഈ ജൈവം എന്നൊക്കെ ഉള്ള വാക്കൊക്കെ ഉപയോഗിക്കുന്നിടത്ത് എത്തിച്ചേരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, നമ്മുടെ ഈ കോമ്പൗണ്ട്, ലോകത്തുള്ള കോമ്പൗണ്ട് എങ്ങനെയാണെന്ന് കണ്ടെത്തിയാണ് അതിനെ വേർതിരിച്ചെടുക്കുന്നത് മാത്രമാണ് ഈ ലാബ് ചെയ്യുന്നത്. ഒരു ചെടി കണ്ടുപിടിച്ചിരിക്കുന്ന വിഷം അതെടുത്ത് നേർപ്പിക്കുമ്പോഴാണ് അത് നമുക്ക് ഗുണമായിട്ട് തീരുന്നതോ അല്ലെങ്കിൽ അത് കൂട്ടുന്നത് വഴിയാണ് അത് നമുക്ക് ഗുണമായി മാറുന്നത്. അല്ലാതെ ലോകത്തെ സകല കെമിസ്ട്രിയും ശരിക്കും പറഞ്ഞ ചെടികളാണ് സകല വിഷവും കണ്ടുപിടിച്ചിട്ടുള്ളത്. നമ്മൾ ചെടിക്കകത്തു നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അതിന്റെ സത്തെടുക്കുന്നെന്നായിരുന്നു പണ്ട് കാലത്ത് പറയുന്നത്. വെള്ളമൊക്കെ ഇട്ട് തിളപ്പിച്ച് അതിന്റെ സത്ത് ഊറ്റിയെടുക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് കെമിസ്ട്രിയുടെ രൂപത്തിലാക്കി മാറ്റുന്നു. അതുവരെ ഉണ്ടായിരുന്ന ബയോളജിയിൽ ഇരുന്ന സാധനത്തിനെ അതിന്റെ കെമിക്കലായിട്ടുള്ള തരംതിരിവുകൾ ഉണ്ടാക്കിയാണ് നമ്മുടെ കഷായം എന്നൊക്കെ പറയുന്ന ഈ സത്ത് ഊറ്റിയെടുക്കുക എന്ന് പറയുന്നതൊക്കെ ഈ കെമിസ്ട്രിയുടെ ലോകമാണ്. അത് മൈക്രോസ്കോപ്പിന്റെ കീഴിൽ വെച്ചിട്ട് ഈ കോമ്പൗണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്ന് കണ്ടെത്തി അതിനെ വേർതിരിച്ചെടുത്ത് സംസ്കരിക്കുന്നതിനെയാണ് നമ്മൾ മോഡേൺ എന്ന് വിളിക്കുന്നത്. അത്രയേ ഉള്ളൂ വ്യത്യാസം. അല്ല, വസ്തുക്കളൊന്നും ഒരിക്കലും മാറുന്നില്ല. ഇപ്പൊ വെള്ളം H2O എന്ന് പറയുന്നതാണെന്ന് നമ്മൾ അതിന് രാസപദാർത്ഥമാണ് വെള്ളവും. അത് നമുക്ക് അനുകൂലമായിരിക്കുന്നത് കൊണ്ടാണ് അതിനെ രാസമൊന്നും കാണാത്തത്. അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അനുകൂലമായ രാസപദാർത്ഥങ്ങളും നമുക്ക് പ്രതികൂലമായ രാസപദാർത്ഥങ്ങളും ലോകത്തുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ചിലത് രാസപദാർത്ഥങ്ങളും ചിലതല്ല എന്നല്ല. അതിനെ വേർതിരിച്ചെടുക്കുന്നു. അപ്പം
ആധുനിക മെഡിസിൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രീയമായിട്ടുള്ള കെമിസ്ട്രി എന്ന് പറയുന്നതിനെ ഈ വേർതിരിച്ച് ഇതിനെ ഓരോന്നിനെ എടുത്തിട്ട് അതിന്റെ പ്രയോഗവും അതിന്റെ ഉപയോഗവും അതെങ്ങനെയാണ് ഒരു ചെടിയെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ശരീരത്തിനെ ബാധിക്കുന്നത് എന്നൊക്കെ കണ്ടെത്തുന്നതിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അതങ്ങനെയാ മനസ്സിലാക്കണം. അല്ലാതെ രാസപദാർത്ഥങ്ങൾ നമ്മളെ ബാധിക്കത്തില്ലയോ എന്ന് ചോദിച്ചാൽ കണിശമായിട്ടും ബാധിക്കും. നമ്മളും രാസപദാർത്ഥമാണ്. പൂർണ്ണമായിട്ടും ഓർഗാനിക് ആവുന്ന ഒരു ഭക്ഷണ രീതി കൊണ്ടുവരുന്നതല്ലേ എപ്പോഴും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുക എന്നുള്ള ചിന്താഗതി എല്ലാവരിലും ഇല്ലേ? അല്ല, ഓർഗാനിക് ആയിരിക്കുക എന്നുള്ളതല്ല, നമുക്ക് അനുകൂലമായതിനെ ആയിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ലോകത്തുള്ള എല്ലാ ജീവികളും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമാണ്. അത് എവിടെ നിൽക്കുന്നു എന്നനുസരിച്ചിട്ടാണ്. ഇപ്പൊ നമ്മൾ പറയത്തില്ലേ, നമ്മൾ ഇരിക്കേണ്ടടുത്ത് ഇരിക്കണം എന്ന് ആളുകൾ പരസ്പരം പറയത്തില്ലേ, നീ പറയേണ്ടടുത്ത സമയത്ത് വേണം പറയാൻ, അല്ലാത്തടത്ത് കയറി പറയരുത് എന്ന് നമ്മൾ പറയത്തില്ലേ. സംസാരിക്കുന്നത് തെറ്റാണെന്നുള്ളതല്ല, സന്ദർഭത്തിനകത്ത് എത്രത്തോളം എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പറയുന്ന ശരി. അത് നമ്മുടെ സംസാര ഭാഷയ്ക്കകത്തായാലും നമ്മുടെ പെരുമാറ്റത്തിലായാലും എങ്ങനെയാണോ ശരികൾ ഉണ്ടാകുന്ന പോലെ തന്നെയാണ് കെമിസ്ട്രിയുടെ ലോകം. അത് ഞാനൊരു മനസ്സിലാക്കാനായിട്ട് പറയാൻ, ഇപ്പൊ പാമ്പിന്റെ വിഷം അത് നമ്മുടെ രക്തത്തിനെ നേർപ്പിച്ച് പുറത്താക്കി കളയുന്ന ഒരു ഏരിയ പാമ്പിന്റെ വിഷത്തിലുണ്ട്. ആ ഇരിക്കുന്ന വിഷത്തിന്റെ അളവ് പാമ്പ് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിച്ചാൽ നമ്മുടെ കുഴലുകളെല്ലാം പൊട്ടി, എവിടെല്ലാം നേർത്ത രക്തക്കുഴലുണ്ട് അത് മുഴുവൻ പൊട്ടി രക്തം 4 വഴിക്ക് ഒഴുകി നമ്മൾ ചത്തു. പക്ഷെ അതേപോലെ തന്നെയാണ് നമ്മുടെ രക്തം കട്ട പിടിച്ച് ഒഴുകി പോകുന്നതാണ്. നമ്മളെ ഒരു മുറിവുണ്ടായാൽ ആ മുറിവിനകത്ത് ഉടനെ തന്നെ രക്തം കട്ട പിടിച്ച് പരളയായിട്ട് മാറിയാണ് രക്തം ഒഴുകുന്നത്, നിന്നു പോകുന്നത്. പക്ഷെ ഹൃദയത്തിനകത്ത് രക്തം ഉണ്ടായി എന്നിട്ട് കട്ട പിടിക്കും. ആ കട്ട പിടിച്ചിട്ടാണ് ബ്ലോക്ക് ഉണ്ടാകുന്നത്. ഹൃദയത്തിനകത്ത് ബ്ലോക്കൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ആ ബ്ലോക്ക് ഉണ്ടാകുന്നതിനെ അലിപ്പിക്കാനായിട്ട് ഈ പാമ്പിന്റെ വിഷം ഉപയോഗിക്കും. അത് അതിന്റെ അളവാണ്. അപ്പൊ പാമ്പിന്റെ വിഷം ശേഖരിക്കുന്നുണ്ട്, എന്നിട്ട് അത് മരുന്നാക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ ഈ കട്ടിയില്ലാതാക്കാനുള്ള കഴിവിനെ നേർപ്പിച്ച് ചെറിയ അളവിലാക്കി ഈ കട്ടി പിടിച്ചിരിക്കുന്നിടത്ത് ഒരിച്ചിരി ഒഴിച്ചാൽ അതങ്ങ് അലിഞ്ഞു പോകും. അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു രാസപദാർത്ഥം അതിന്റെ അളവും അതിന്റെ എത്ര തവണ നമ്മൾ പറയുന്ന എത്ര തവണ ഡോസ് എന്ന് പറയുന്നതും അതിന്റെ എത്ര തവണ എത്ര സന്ദർഭത്തിനകത്ത് നമ്മൾ ചെയ്യുന്നു എന്നനുസരിച്ചിട്ടാണ് വിഷം മരുന്നാകുന്നത്. ഇത്രയാ മനസ്സിലാക്കട്ടെ. അല്ല, വിഷവും മരുന്നും അല്ല തിരിക്കുന്നേ, അളവും തവണയും. എത്ര പ്രാവശ്യം എന്ന് നമ്മൾ എത്ര പ്രാവശ്യം നിങ്ങളിത് കഴിക്കണം. അപ്പൊ ഡോക്ടർ പറയും ഈ മരുന്ന് രാവിലെ ഭക്ഷണത്തിന് ശേഷം കഴിക്കണം, അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണം. അത് ഈ ഗുളിക ആണ് കഴിക്കേണ്ടത്. ഇതെല്ലാം ഡോസാണ്. പക്ഷെ ഉച്ചയ്ക്കും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം കഴിക്കണം എന്ന് പറയുന്നതാണ് തവണ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളത് എത്ര പ്രാവശ്യം കഴിക്കണം എന്ന് പറയുന്ന അനുസരിച്ചിട്ട് ഈ ശരീരത്തിനകത്ത് ഈ മരുന്നിന്റെ അളവ് 6 മണിക്കൂർ 8 മണിക്കൂറൊക്കെ നിലനിർത്തേണ്ടത് ആവശ്യമാണെന്ന് കാണുന്നത് കൊണ്ടാണ് നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം കഴിക്കണം എന്ന് പറയുന്നത്. അങ്ങനെയാണ് അത് മരുന്നാകുന്നത്. ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഒരേ രാസവസ്തു തന്നെയാണ് മരുന്നായിട്ടിരിക്കുന്നതും വിഷമായിരിക്കുന്നതും ഒന്നാണ്, അല്ലാതെ രണ്ടല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പാമ്പിന്റെ വിഷം, പാമ്പ് നമ്മുടെ രക്തത്തിനകത്തേക്ക് കടിച്ച് രക്തക്കുഴലിലേക്ക് ആ വിഷം കയറ്റുമ്പോൾ അതിന്റെ അളവ് വളരെ കൂടുതലായത് കാരണം കൊണ്ട് എവിടെല്ലാം രക്തം കട്ട പിടിക്കാനായിട്ടുണ്ടായിരുന്ന കഴിവിനെ നശിപ്പിച്ച് കളയുകയും മൂക്കിനകത്തൂടെയും ചെവിക്കകത്തൂടെയും കണ്ണിനകത്തൂടെയും ഒക്കെ രക്തം ഒഴുകി വന്ന് നമ്മുടെ വയറിനകത്തും ഒക്കെ ഒഴുകി നമ്മൾ ചത്തുപോകും. പക്ഷെ അതേ വിഷം തന്നെയാണ് ഹാർട്ടിനകത്ത് ബ്ലോക്കായിരിക്കുന്നത് മാറ്റാനായിട്ട് ഇതിന്റെ ഡോസ് കുറച്ച് ഉപയോഗിക്കുന്നത്. അപ്പൊ ഡോസാണ് ഒന്നിനെ വിഷമില്ലാത്ത ആക്കുന്നത്.
അതുപോലെ തന്നെ രാവിലെ തിന്നത് ഒരു ദിവസത്തേക്ക് 24 മണിക്കൂർ ശരീരത്തിൽ നിൽക്കുന്ന ഒരു മരുന്നാണ് നമ്മൾ അമിതമായി, അതവിടെയാണ് വാക്ക്, അമിതമായി കഴിച്ചു. ഇപ്പൊ പാരസെറ്റമോൾ എന്ന് പറയുന്നത് നമ്മള് എല്ലാവർക്കും കടയിൽ നിന്ന് മേടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിന്റെ അളവ് കൂട്ടി തിന്നാ നമ്മൾ ചത്തു. അപ്പോഴാണ് ഇത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഒരേ കാര്യം തന്നെ, അല്ലാതെ രാസമല്ലാത്തതെന്നല്ല മനസ്സിലാക്കേണ്ടത്, അളവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം അതിന്റെ ഇഫക്റ്റീവ്നെസ് ഏറ്റവും നന്നായി എങ്ങനെ ഉപയോഗിക്കാം എന്ന് കണ്ടെത്തി നന്നായി അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ആധുനിക ശാസ്ത്രീയ രീതി എന്ന് പറയും. അപ്പം വിഷങ്ങൾ ഉപയോഗിച്ച് ഈ കീടങ്ങളെ എല്ലാം ഓടിച്ചു കളഞ്ഞ് നമ്മൾ തക്കാളിക്ക ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആവശ്യമുള്ള ജീവികൾ ചത്തുപോകും. ഇതാണ് നമ്മൾ കണ്ടെത്തിയത്. നമ്മളൊരു 1950 തൊട്ട് നമ്മൾ ഈ വിഷങ്ങളൊക്കെ ലോകത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അത് എങ്ങനെയാണ് ഒരു മേഖലയിലുള്ള ഒത്തിരി കൊച്ചു ജീവികളെ ഒന്നിച്ചില്ലാതാക്കി കളയും. ആ കൊച്ചു ജീവികളെ തിന്നു കഴിഞ്ഞിരുന്ന അതിന്റെ മേളിലുള്ള ജീവികള് ഇവരുടെ അഭാവം കാരണം അത് ചത്തുപോയി. അതിനെ തിന്ന് ജീവിച്ചിരുന്നപ്പോഴാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഏറ്റവും ചെറിയൊരു ജീവിയായാലും നമുക്ക് വേണ്ടാത്തതാണെന്ന് പറഞ്ഞാലും ശരി, അതില്ലാതായാൽ അതിന്റെ പുറകെ ഒരു ചെയിനായിട്ട് അതിന് നമ്മളെല്ലാം ഫുഡ് ചെയിനിന്റെ ഏറ്റവും അറ്റത്തുള്ള ഒരു ജീവിയായിട്ടാണ് നമ്മളെ സ്വയം കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് വണ്ടില്ലാതായി പോകുമ്പോൾ വണ്ടിനെ തിന്ന് ജീവിക്കുന്ന കിളികളില്ലാതായി പോകുന്നു. കിളികളെ തിന്ന് ജീവിക്കുന്ന കുറുക്കനെ പോലുള്ള ജീവികളും ഒക്കെ നമ്മൾ പലതരത്തിലുള്ള ജീവികള് ആ ജീവികളെ തിന്നാണ് നമ്മളെ പോലുള്ള ജീവികളുടെ ഭക്ഷണത്തിനകത്ത് എത്തും. അപ്പൊ ഈ തരത്തിലുള്ള അറിവുകൾ വന്നപ്പോഴാണ് ഇത് കൺട്രോൾഡ് ആയിട്ടുള്ള വളരെ ചുറ്റുപാടിനെ നിയന്ത്രിതമായി ഉപയോഗിക്കാവുന്ന നിലവാരത്തിൽ ഇത് ഉപയോഗിക്കണമെന്നും വിഷങ്ങൾ ഇങ്ങനെ അങ്ങ് ഉപയോഗിക്കരുതും വ്യാപകമായി ഉപയോഗിക്കരുതെന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് മോഡേൺ കൃഷിയാണ് ഇന്ന് വരേണ്ടത്. ആധുനിക കൃഷി സമ്പ്രദായം ഈ ശാസ്ത്രീയമായിട്ട് മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ ജൈവകൃഷി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള അർത്ഥമല്ല. ആധുനിക രീതിയിൽ ശാസ്ത്രീയ രീതിയിൽ ഈ വിഷയങ്ങൾ മനസ്സിലാക്കി അതിനനുസൃതമായിട്ട് വെള്ളം ഉപയോഗിക്കാനും വളങ്ങൾ ഉപയോഗിക്കാനും ഈ പറയുന്ന കൃമികീടങ്ങളെ കൊല്ലുന്ന വിഷങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ നിയന്ത്രിതമായി എങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതാണ് ആധുനിക കൃഷി രീതി. അപ്പൊ ആധുനിക കൃഷി രീതിയുടെ അടിസ്ഥാനം തന്നെ ഇത്രേ വ്യാപകമായി കൃഷി ചെയ്യണ്ട, ഇത്രയധികം ഭൂമിയിൽ നമ്മൾ ഈ കാണുന്ന സകല ചെടികളെ എല്ലാം വെട്ടിപ്പറിച്ച് അവിടെ എല്ലാം പാടം ഉണ്ടാക്കി അതെല്ലാം കൃഷി ചെയ്യുക എന്ന് പറയുന്ന പഴയകാല രീതി നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ കൃഷി കൊണ്ടാണ് ഭൂമിയിലെ എല്ലാ മരവും പോയത്. എല്ലാ വലിയ വലിയ കാടുകളെല്ലാം വെട്ടിത്തെളിച്ച് കട്ട് ആൻഡ് സ്ലാഷ് എന്നതിന് പണ്ട് പറഞ്ഞിരുന്നു. അതെല്ലാം കൂടെ കത്തിച്ച് ചാരമാക്കി ആ സാധനം എല്ലാം ഇട്ട് നമ്മള് കൃഷി ചെയ്യാൻ തുടങ്ങിയാണ് ഭൂമിയിൽ ഇത്രയധികം. ശരിക്കും പറഞ്ഞാൽ ആളുകളെല്ലാരും വ്യവസായം വന്നാണ് ഈ ഭൂമി നശിപ്പിച്ചതെന്നൊക്കെ പറയുമ്പോൾ കൃഷിയെ പോലെ നശിപ്പിച്ച ഒരു സമ്പ്രദായം ലോകത്തില്ല. അപ്പം ആ നിലവാരത്തിലുള്ള ഒരു കാർഷിക സമ്പ്രദായത്തിൽ നിന്ന് ഇന്ന് നമ്മൾ ലോകവ്യാപകമായി പലതരത്തിലുള്ള അറിവ് വന്നപ്പോഴാണ് ഇപ്പൊ നമ്മള് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് തെങ്ങിന്റെ ചവിട്ടിലെ തടമെടുത്ത് തടം മുഴുവനും നിറച്ച് വെള്ളം പമ്പ് ചെയ്ത് നമ്മൾ നിർത്തുമായിരുന്നു. അപ്പം ഓരോ തടത്തിനും എനിക്കൊരു 15 അടിയെങ്കിലും വിസ്താരമൊക്കെ ഉള്ള തരത്തിലുള്ള തടം എടുക്കുമായിരുന്നു. നിറച്ച് വെള്ളം നിറച്ച് നിർത്തും. അപ്പൊ നമ്മൾക്ക് പമ്പ് ചെയ്യാനൊക്കെ വന്നതോടെ തേകി ഉപയോഗിച്ച് ഇതിനകത്തുനിന്ന് നമ്മൾ തേകി കയറ്റുക എന്ന് പറയുമായിരുന്നു. അതൊന്നും അല്ലാതെ പമ്പ് ചെയ്യാൻ തുടങ്ങിയ അവിടെ ഭയങ്കര എളുപ്പമായി. അപ്പൊ വെള്ളം അങ്ങ് അടിച്ച് നിറയ്ക്കും. അത് കഴിഞ്ഞ് എത്രയോ നാളിന് ശേഷമാണ് ഞാനൊക്കെ പഠിക്കുന്നത് ഒരു തെങ്ങിന് 5-6 ലിറ്റർ വെള്ളം മതി. അതിന് നമ്മൾ ഈ നിറച്ച് വെള്ളം വയ്ക്കുകയാണെങ്കിൽ അത് ശ്വാസം മുട്ടി നമ്മളെ പായസം ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പായസ കുട്ടകത്തിനകത്തിട്ട് നമ്മളെ എടുത്തിടുന്നത് പോലെയാണ് നമ്മൾ ഈ വെള്ളം അടിച്ച് നടത്തുന്നത്.
അത് മുഴുവനും ഈ തടത്തിലുള്ള സകല വളവും വെള്ളത്തിനകത്ത് കലർന്ന് ഭൂമിക്കടിയിലേക്ക് പെർക്കലേറ്റ് ചെയ്യുന്ന താഴോട്ട് ഊറിപ്പോവും. ഈ തെങ്ങിന്റെ വേരെന്ന് പറയുന്നത് സർഫസില് മണ്ണിന്റെ ഉപരിതലത്തിൽ മാത്രമുള്ള വേരുകളാണ്. അതിന് ടാപ്പ് റൂട്ട് എന്ന് പറയുന്ന ഒരു സാധനമില്ല. അതുകൊണ്ട് അടിയിലോട്ട് പോയ വെള്ളവും വളവും കിട്ടത്തേയില്ല. 6 അടി വരെ ആഴത്തിലെ ഇതിന്റെ വേര് പോവുള്ളൂ. അപ്പൊ വെള്ളം ഇഷ്ടം പോലെ അടിച്ചാൽ എന്ത് പറ്റും? നമ്മൾ ഇട്ട വളം മുഴുവനും കൂടെ മണ്ണിനടിയിലേക്ക് ഊർന്നു പോയിട്ട് അത് ഇതിനെ തിരിച്ചു പിടിക്കാനായിട്ട് അതിന് കഴിവുള്ള ഒരു ജീവിയല്ല ഈ തെങ്ങ്. ഇതൊന്നും എനിക്കൊന്നും അറിഞ്ഞുകൂടാന്ന്. അപ്പൊ നമ്മളെല്ലാം അന്ന് പമ്പൊക്കെ ആദ്യം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ നിറച്ച് വെള്ളം അടിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാം പഠിച്ചു വെച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഈ നഷ്ടം, കാരണം അതിന്റെ ചവിട്ടിലിട്ട വളവും പോയി, വെള്ളം മുഴുവനും അടുത്ത വെയിലത്ത് ആവിയായിട്ട് മേപ്പോട്ടും പോവും, ഊർന്ന് താഴോട്ടും കലിച്ച് താഴോട്ടും പോവും. അപ്പൊ ഇങ്ങനെ ഉള്ള അറിവില്ല. അത് കഴിഞ്ഞിട്ടാണ് എത്രയോ നാളിന് ശേഷമാണ് ഈ വെള്ളം ഉപയോഗിക്കുന്നത്, ആവശ്യത്തിൽ കവിഞ്ഞാണ് ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ചെടികൾക്കൊക്കെ ചവിട്ടിലൊക്കെ ഇങ്ങനെ ബക്കറ്റ് കണക്കിന് വെള്ളം കോരി ഒഴിക്കും. ഇതൊന്നും ആവശ്യമില്ല. അത് എത്രയോ നാളിന് ശേഷമാണ്, പമ്പ് കണ്ടുപിടിച്ചതിന് എത്രയോ നാളിന് ശേഷമാണ് ഡ്രിപ്പ് ഇറിഗേഷൻ കണ്ടുപിടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇത്ര തുള്ളി വെള്ളം മതി, അത് കുറേശ്ശെ അതിന് കിട്ടുവാണെങ്കിൽ ആ ചെടിക്ക് കിട്ടുമെന്നും, ആ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി 1 ലിറ്റർ വെള്ളം കൊണ്ട് 100 തക്കാളി വളർത്താൻ പറ്റുമെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ്. ആ അറിവാണ് ശാസ്ത്രീയം, അല്ലാതെ പമ്പ് ചെയ്യുന്നതല്ല ശാസ്ത്രീയമായ കൃഷി. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഡോസും അളവും എത്ര തവണ കൊടുക്കണമെന്നൊക്കെ പറയുന്ന അറിവാണ്. നമ്മൾ ഈ രാസവളം എന്ന് ആൾക്കാർ പറയുമ്പോൾ ഏറ്റവും ബേസിക് ആയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, എല്ലായിടത്തും മണ്ണ് പരിശോധന കേന്ദ്രമൊക്കെ ഗവൺമെന്റിൽ നിന്ന് ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ ഒരാള് പോലും ഈ നമ്മുടെ മണ്ണും കൊണ്ടുപോയി പരിശോധിക്കത്തില്ല. വളം മേടിച്ച് മണ്ണിലിടും, മണ്ണൊരിക്കലും പരിശോധിക്കത്തില്ല. നമ്മള് ആശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടർമാര് കുറെ ടെസ്റ്റ് കുറിച്ച് തരത്തില്ലേ? ആ ടെസ്റ്റ് കുറിക്കുന്ന പോലെ കുറിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ മണ്ണ് പരിശോധന എന്ന് പറയുന്നത്. ഇതൊരിക്കലും കൃഷിക്കാർ ചെയ്തിട്ട് എന്താണ് ആവശ്യം എന്നുള്ളത് കണ്ടെത്തിയിട്ട് ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടതാണ്. അത് കൃത്യമാക്കേണ്ടതുണ്ട്. ഈ കൃത്യമാക്കുക എന്ന് പറയുന്നതാണ് ശാസ്ത്രം. ഇപ്പൊ മണ്ണിൽ എന്തൊക്കെ കുറവുണ്ട് എന്ന് ആദ്യം കണ്ടെത്തേണ്ടതുണ്ട്. ഏതാണ് അവിടെ ചേർക്കേണ്ടത്? ഇത് നമ്മൾ ചെയ്യാത്തത് കൊണ്ട് കൂട്ടുവളം ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഗവൺമെന്റുകൾ ചെയ്തത്. മനുഷ്യരിത് പരിശോധന നടത്തുന്നില്ല എന്നും. അതുകൊണ്ട് ഏകദേശം ഒരു തെങ്ങിന് എത്ര വേണം, അല്ലെങ്കിൽ നെല്ലിന് എത്ര വേണം, തക്കാളിക്ക് എത്ര വേണം, കുരുമുളകിന് എത്ര വേണം എന്ന് പറയുന്ന ഒരു ഓടക്കണക്ക് സൃഷ്ടിച്ച് അത് വെച്ചിട്ടാണ് 17 എന്ന് പറഞ്ഞ വളം കൂട്ടുകയാണ്. എന്ന് പൊട്ടാഷ്യം ഒക്കെയാണ് ഈ 17 ഇതിനകത്തുള്ളത്. പക്ഷെ അത് ഓരോ ചെടിക്കും എത്ര വേണമെന്ന് തീരുമാനിക്കാത്ത മനുഷ്യരുടെ വേണ്ടി അവരുണ്ടാക്കിയതാണ് കൂട്ടുവളങ്ങൾ. കൂട്ടുവളങ്ങൾ സത്യത്തിൽ നമ്മുടെ ഈ മരുന്ന് പോലെയാണ്. പല കോമ്പിനേഷനും ചേർക്കാൻ അവര് ഗവൺമെന്റ് പറയും പറ്റത്തില്ല എന്ന് പറയും. പക്ഷെ അത് ഈ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ശാസ്ത്രീയമായിട്ട് ഈ വിഷയങ്ങൾ പഠിക്കാതെയും അറിയാതെയും ചിന്തിക്കാതെയും ഇരിക്കുന്നവരായതുകൊണ്ട് കൂട്ടുവളം ഉണ്ടാക്കുന്ന പോലെ നമ്മൾക്ക് ഈ മരുന്നുകളിനകത്തും ഒക്കെ ഇതുപോലെ ഈ കൂട്ടുമരുന്ന് ഉണ്ടാക്കാൻ ബാധ്യത വരും. അല്ലെന്നുണ്ടെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ മണ്ണ് പരിശോധിക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പൊ നമുക്ക് 1 ഏക്കർ ഭൂമി ഉണ്ടെന്ന് വെച്ചോ, അതിന്റെ ഒരു 4-5 സ്ഥലത്ത് ഒക്കെ മണ്ണെടുക്കണം. അതുപോലെ ആഴവ് എടുക്കണം, മുകൾ വശത്ത് എടുക്കണം, ഒരടിക്ക് താഴെ, ഇങ്ങനെ വ്യത്യസ്തമായ മണ്ണിനകത്ത് പരിശോധിക്കുകയും വേണം. ശാസ്ത്രീയമായിട്ട് പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ മണ്ണിലെ ഈ കൃഷി സമ്പ്രദായം ശാസ്ത്രീയമാക്കുക എന്ന് പറഞ്ഞാൽ മണ്ണിനെ പറ്റി അറിയുക എന്ന് പറയാം. അപ്പൊ അതിനകത്ത് മൈക്രോബ്സ് എന്ന് പറഞ്ഞാൽ കൊച്ചു ജീവികൾ, അതുപോലെ തന്നെ ഉള്ളതുപോലെ തന്നെയാണ് കണ്ണി കാണാത്ത കൊച്ചു ജീവികളുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ മണ്ണര എന്ന് പറയുന്ന ജീവികളുള്ളത്, അത് വളരെ വലുതാണ്. അതേസമയത്ത് നമ്മൾ പ്രാണികൾ എന്ന് പറയുന്നത് ചെറുത്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ വ്യത്യസ്തമായ ആയിരക്കണക്കിന് അല്ല കോടിക്കണക്കിന് ജീവികളുള്ളതാണ് ഈ മണ്ണെന്നൊക്കെ പറയുന്നത്. ഇതിനെപ്പറ്റിയൊക്കെ ഉള്ള അറിവുകൾ ഇതുപോലെ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്.
കാരണം പ്രയോഗത്തിനകത്തൂടെ നമ്മുടെ മണ്ണിനകത്ത് ഏറ്റവും ആവശ്യമുള്ളത് നമ്മുടെ മണ്ണിനകത്ത് എന്തുണ്ടെന്ന് അറിയുകയും അതിനെ അകത്ത് എന്താണ് ഇല്ലാത്തതെന്ന് അറിയുകയും ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഇത് നമ്മൾ വ്യക്തതയോടെ അറിയേണ്ട ഒരു സ്ഥലമാണ്. അപ്പൊ ഇതുപോലുള്ള ഒരു അന്വേഷണവും അറിവും കർഷകർക്ക് ഉണ്ടാകേണ്ടതുണ്ട്. മണ്ണ് പരിശോധിച്ച് മണ്ണിൽ എന്താണോ ഇല്ലാത്തത് അതാണ് അതിനകത്ത് ചേർക്കേണ്ടത്. അത് നമ്മൾ കറിക്കകത്ത് ഉപ്പ് ചേർക്കുന്ന പോലെ. കറിക്കകത്ത് ഉപ്പ് കുറവാണെങ്കിൽ ചേർക്കേണ്ട അളവനുസരിച്ച് ഉപ്പ് ചേർത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ കറി കഴിക്കാൻ പറ്റാതായി പോകും. ഇത്രയാണ് ഈ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ രാസവളത്തിന്റെ കുഴപ്പം കൊണ്ടല്ല, രാസം എത്ര ചേർക്കണം എന്നുള്ള നമ്മുടെ അറിവില്ലായ്മയ്ക്കകത്തൂടാണ് ഇത് സംഭവിച്ചത്. അപ്പൊ 17 17 17 എന്നുള്ള വളവോ 22 22 22 എന്ന് പറയുന്ന വളമല്ല ചേർക്കേണ്ടത്. മണ്ണ് പരിശോധിച്ച് മണ്ണിനകത്ത് എന്തൊക്കെ ഇല്ല എന്ന് കണ്ടെത്തി അതിനാവശ്യമായ അളവിൽ കൃത്യമായി ചേർത്ത് കൊടുക്കുക എന്ന് പറയുന്നതാണ്. അപ്പൊ അത് രാസവളമല്ല എന്ന് പറയുന്ന ചർച്ചയിലൊന്നും പോകണ്ട. ഇതേപോലെ തന്നെയാണ് ഈ ഇൻസെക്ടിസൈഡ് എന്ന് പറയുന്നത്. ഏതാണ് കുഴപ്പം പിടിച്ച ജീവി എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അളവിൽ ഇതെങ്ങനെ ഉപയോഗിക്കാം എന്ന് കൃത്യമാക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മളൊരു അവിടെയാണ് ശാസ്ത്രീയമായി അറിവ് നേടിക്കൊണ്ടാണ് ആധുനിക കൃഷി സമ്പ്രദായം ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾക്ക് കാണാൻ പറ്റും അവിടെ നമുക്ക് ചോദിക്കും. അല്ല, കേരളത്തിൽ വരുന്ന സമയത്ത് നമുക്ക് കേരളത്തിൽ ഇത്തരം കെമിക്കലിന്റെ ഈ പറയുന്ന വെജിറ്റബിൾ വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വാങ്ങുമ്പോഴോ നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി കെമിക്കലിന്റെ സാമീപ്യം അറിയാറില്ലേ, കുറച്ചും കൂടി ഫീൽ ചെയ്യാറില്ലേ? അല്ല, അത് ഇതുകൊണ്ടല്ല. നമ്മള് ഈ കെമിസ്ട്രി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മള് മേടിക്കുന്ന വളത്തിനോ അല്ലെന്നുണ്ടെങ്കിൽ മേടിക്കുന്ന ഇൻസെക്ടിസൈഡ് അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങൾ അതിന്റെ കൂടെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്. ഒരു കടലാസ് കഷ്ണം ഒരു കുപ്പിയുടെ കൂടെ വരും. അതൊരിക്കലും നമ്മൾ വായിക്കാറില്ല, അത് നമ്മൾ കളയുക ചെയ്യും. അതുപോലെ തന്നെ രാസവസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്, കയ്യിൽ ഗ്ലൗസ് ഇടണമെന്നും മുഖത്ത് കെട്ടണമെന്നൊക്കെ പറഞ്ഞ് ഇതൊന്നും ചെയ്യില്ല. ഇത് ആളുകളുടെ മോശമായത് കൊണ്ടല്ല, അവര് ശാസ്ത്രീയമായി ഇത് ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നില്ല എന്ന് പറയുന്നതാണ് യഥാർത്ഥ പ്രശ്നം. അപ്പൊ കൈ കൊണ്ട് ഇതെല്ലാം, എന്നിട്ട് മാത്രമല്ല കൂടുതൽ വേഗത്തിൽ കൊല്ലാൻ പറ്റുമെങ്കിൽ വേഗത്തിൽ കൊല്ലാം എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് അവരിത്രയും ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ ഒഴിക്കും. നമ്മളൊരു ടെൻഡൻസി അത് അവൻ എന്തായാലും ചത്തുപോട്ടെ എന്ന് തീരുമാനിച്ചിട്ട് കൂടുതൽ ഒഴിക്കും. ഇതുപോലെ ചെയ്യുന്നത് പോലെ ഇതൊക്കെ നമ്മൾ കഴുകി ഉപയോഗിക്കേണ്ട സാധനങ്ങളുണ്ട്, കഴുകി വെക്കേണ്ട സാധനങ്ങളുണ്ട്, ഇതുപോലുള്ള സാധനങ്ങളുണ്ട്. അപ്പൊ അത് ഏറ്റവും മിനിമം എങ്ങനെയാണ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നില്ലെന്നുണ്ടെങ്കിൽ മിറ്റം തൂക്കണ്ടെന്ന് തീരുമാനിക്കുന്നവരെ പോലെ, അല്ലെന്നുണ്ടെങ്കിൽ എവിടെയും മൂത്രം ഒഴിക്കുകയും എവിടെയും തുപ്പുകയും ചെയ്യുന്ന മനുഷ്യരായിരിക്കുന്നവരെ പോലെ തന്നെയാണ് ഈ മേഖലകളെല്ലാം. വേറൊരാൾ നോക്കുന്നില്ലയോ, കണിശമായിട്ട് എല്ലാം തെറ്റിച്ച് ചെയ്യാം എന്ന് കണ്ടെത്തുന്ന മനുഷ്യരുടെ വളരെ സഹജമായ മര്യാദഘട്ട ജീവിതമുണ്ട്. സഹജമായ മര്യാദഘട്ട ജീവിതമാണ്. ആ സാധനത്തിനെ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ പണികൾ മുഴുവൻ. അപ്പം ഒരു പഴത്തിനെ നമ്മൾ തളിക്കുന്ന ഒരു വണ്ടി കയറാതെ അല്ലെങ്കിൽ കടിച്ചു പോകാതെ അല്ലെങ്കിൽ കിളി തിന്നാതെ ഇരിക്കുന്ന ഒരു പഴത്തിന് അടിക്കുന്നത് 2 ആഴ്ച കഴിഞ്ഞാൽ അതിന്റെ പറഞ്ഞാൽ ഒരു വിഷമായ, നമ്മൾ വിഷം എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഒരു മരുന്നെന്ന് പറയുന്നത് വായു, വെള്ളം, വായുവിനകത്തെന്ന് പറയുന്നത് വെള്ളത്തിന്റെ അംശമുള്ളതാണ് വായു, സൂര്യപ്രകാശം. നമ്മളൊരു മരുന്നിന്റെ പുറത്ത് എപ്പോഴും എഴുതും അത് ഇത്ര ഡിഗ്രി സെന്റിഗ്രേഡിൽ ഇവിടെ വെക്കണം, അത് ഇങ്ങനെ സൺലൈറ്റിൽ എക്സ്പോസ് ചെയ്യരുത്, തുറന്നു വെക്കരുത്, അടച്ചു വെക്കണം എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാണ്? വെള്ളം കൊണ്ടും സൂര്യപ്രകാശം കൊണ്ടും ഈ കെമിസ്ട്രി മാറിപ്പോവും. ഇത്രയും നമ്മൾ അറിയണം. അത് കാരണം കൊണ്ട് വെള്ളത്തിനകത്ത് വിഷം കലക്കി അടിച്ചാൽ ആ വിഷത്തിന്റെ പൊട്ടൻസി എന്നതിന് പറയുന്നത്, അതിന്റെ
കഴിവ് കുറെ മണിക്കൂറുകൾ മാത്രമേ നിലനിൽക്കൂ. ഇത് നമ്മൾ അറിയണം. അത് കഴിഞ്ഞാൽ അതിന്റെ കഴിവ് നഷ്ടപ്പെട്ടു. ഇത്ര മണിക്കൂറെന്നുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, രാവിലെ ഭക്ഷണം കഴിച്ച് അതിന് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം അത് വൈകുന്നേരം ഭക്ഷണത്തിന് ശേഷം എന്ന് പറഞ്ഞ് എന്തിനാണ് 3 നേരം കഴിപ്പിക്കുന്നത്? ഈ ശരീരത്തിനകത്ത് നിലനിൽക്കുന്ന സാധനം ശരീരം അത് ഇല്ലാതാക്കി കളയുന്ന പണിയും ചെയ്യും. അതിന്റെ വീര്യം നഷ്ടപ്പെടുക, അതാണ് പൊട്ടൻസി എന്ന് പറയുന്നത്. വീര്യം മാറി നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇത് ഏത് കെമിസ്ട്രിക്കും ഉണ്ട്. ഇത് ഈ ബാക്കി കെമിസ്ട്രി അതിനെ ബാധിച്ച് അതിനെ വേറെ കോമ്പൗണ്ട് ആക്കി മാറ്റും. ഇതുകൊണ്ട് വിഷം അങ്ങനെ വിഷമായി തുടരുക എന്ന് പറയുന്നത് ഇല്ല. അപ്പം DDT അടിച്ചു വെച്ചാൽ ആദ്യത്തെ ദിവസം ഉറുമ്പെല്ലാം ചാവും. 2ാം ദിവസം നിങ്ങൾ നോക്കിയാൽ മതി, അത് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, പൊടിയായിട്ട് കിടക്കുന്നുണ്ടാവും. അത് ഉറുമ്പ് അതിനകത്തൂടെ നടക്കുന്നുണ്ടാവും. അതെന്ന് പറഞ്ഞാൽ അതിന്റെ പൊട്ടൻസി നഷ്ടപ്പെട്ടതാണ്. കാഴ്ചയിൽ DDT ആണ്, പക്ഷെ അതിന് വീര്യം നഷ്ടപ്പെട്ടതാണ് എന്ന് നമ്മൾ അറിയണം. ഇതുപോലാണ് ഈ ലോകത്തുള്ള എല്ലാ വിഷങ്ങളും. അല്ലാതെ ആ വിഷം അവിടെ ഇരിക്കുകയല്ല. നമ്മളിത് ഭയങ്കര വിഷം. നമ്മുടെ കാഴ്ചയില് മുന്തിരിങ്ങയുടെ പുറത്ത് ഒരു വെള്ളപ്പാടുണ്ട്, അത് വിഷമായി അവിടെ ഇരിക്കുകയാണെന്ന് ആൾക്കാർ. എന്നിട്ട് അങ്ങ് കഴുകല്, ഉപ്പിനകത്തിട്ട് കഴുകല്, ഭയങ്കര ബഹളമാണ്. സിമ്പിളി കഴുകിയാൽ മതി. അത് പൊടി അഴുക്ക് പോകാനാണ്, വിഷം പോകാനല്ല. വിഷം അതിന്റെ വീര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വിഷമല്ല. പക്ഷെ പൊതുവെ ഈ അതുകൊണ്ടാണ് ജനങ്ങളുടെ ഭയങ്കരമായ ഒരു ധാരണയുണ്ട്. ഇപ്പൊ പൊതുവെ ക്യാൻസറിന്റെ ഇത് കൂടി വരുന്നതൊക്കെ ഈ ഫുഡിൽ വരുന്ന കെമിക്കലിന്റെ അംശം കൂടുന്നതുകൊണ്ടാണെന്നുള്ളത്. അല്ല, അത് ആളുകൾ ഇത് പറയുമ്പം മുഴുവൻ അസത്യമാണെന്നുള്ളതല്ല, നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ചില വിഷം നിലനിൽക്കാൻ കഴിവുള്ള എന്ന് പറഞ്ഞാൽ അതിന് കണ്ടീഷൻസ് ഉണ്ട്. ആ പ്രത്യേക കണ്ടീഷനകത്ത് അത് ഇരിക്കുവാണെങ്കിൽ അതിന്റെ പൊട്ടൻസി, വീര്യം നഷ്ടപ്പെടാതെ ഇരിക്കാൻ കഴിവുള്ള ചില വിഷമുണ്ട്. ചില വിഷമേ ഉള്ളു. വലിയ കണ്ടീഷൻസ് ആണ് അതൊക്കെ, എപ്പോഴും ഇല്ല. അപ്പൊ അതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ എൻഡോസൾഫാൻ നെല്ലിനടിച്ചു, ഉടനെ മഴ പെയ്തു. മഴ പെയ്താൽ ഉടനെ തന്നെ ഈ വിഷം താഴോട്ട് പോയി മണ്ണിനകത്ത് ചെളിക്കകത്ത് ഒരെണ്ണം ചെളിക്കകത്ത് ഇത് കോമ്പൗണ്ട് തമ്മി ചേർന്ന് അതിന്റെ വീര്യം നഷ്ടപ്പെടാതിരിക്കാൻ പറ്റും. അപ്പൊ കാലയിൽ ഒരു മുറിവുള്ള ഒരാള് ആ ചെളിയിൽ ചവിട്ടിയാൽ ആ വിഷം അയാളെ ബാധിക്കാം. ഇതൊരു പ്രോസസ്സാണ്. പക്ഷെ ലോകത്ത് വിഷം അടിക്കുമ്പോഴെല്ലാം മഴ പെയ്യും, പെട്ടെന്ന് ഇത് പോയി താഴെ ചെളിക്കാതിരിക്കുകയും ചെയ്യത്തില്ല. വളരെ വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പം കാലേ മുറിവുള്ളവർക്ക് മാത്രം ബാധിക്കുന്ന ഒരു സാധനം എല്ലാവരും ബാധിക്കുമെന്ന് വിചാരിക്കരുത്. ഇതൊക്കെ നമ്മളിത് അറിയേണ്ടതുണ്ട്. അപ്പൊ ഈ എന്താണ് എലിപ്പനിയൊക്കെ പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ കാലയിൽ മുറിവുള്ള ഒരാൾ വെള്ളത്തിലിറങ്ങി നടക്കുമ്പോഴാണ് അതിന്റെ വെള്ളത്തിന്റെ മുകളിൽ ഇരിക്കുന്ന സാധനം അതിനകത്ത് ബാധിച്ചിട്ടാണ് നമ്മൾ എലിപ്പനി പിടിക്കുന്നതൊക്കെ. ഇതൊക്കെ ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ ഒന്നിച്ച് ചേർന്നാലാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് അറിയുന്നത് പോലെ അറിയേണ്ടതാണ്. ഞാനീ പറയാൻ ശ്രമിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത്, വിഷമായി ഇരിക്കുന്നില്ല എന്നുള്ള അറിവെങ്കിലും നമുക്ക് വേണം. അതിന്റെ പാടാണ് അവിടെ ഉള്ളത്, അല്ലാതെ വിഷമല്ലത്. അതുകൊണ്ട് സാധാരണ കഴുകുന്ന പോലെ കഴുകിയാൽ മതി, പേടിക്കണ്ട. വല്ല മുന്തിരിങ്ങ എടുത്ത് വെച്ച് കഴുകി ചാകണ്ട. ഇങ്ങനെ അത് മനസ്സിലാക്കാനുള്ളത്, വിഷമായി തുടരാനൊക്കത്തില്ല. മരുന്നെന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെയാണ് പാമ്പിന്റെ വിഷം എടുത്ത് മരുന്നാക്കുന്നത് എന്ന് പറയുന്ന പോലെയാണ് ഈ മരുന്ന്. ഡോസാണ് ഇതിനെ നിർണ്ണയിക്കുന്നത്. അത് വായുവിലും വെള്ളത്തിലും സൂര്യപ്രകാശത്തിലും തുറന്നു വെക്കുന്ന ഏത് രാസവസ്തുവും ആ രാസവസ്തുവിന്റെ വീര്യം, പൊട്ടൻസി നഷ്ടപ്പെട്ടു പോകും എന്ന് നമ്മൾ അറിയണം. അല്ലാതെ വിഷമടിച്ച വസ്തുവിൽ വിഷം തുടരുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഒരു തെറ്റായ ധാരണയാണ്. അതാണ് ഈ രാസവളത്തിനെ പറ്റിയും രാസപ്രയോഗത്തിനെ പറ്റിയൊക്കെയുള്ള വളരെ അവരുടെ മനുഷ്യരുടെ കണക്കനുസരിച്ചിട്ടാണെങ്കിൽ നമ്മളെല്ലാം എന്നേ ചത്തുപോകണം. അത് എന്താണ്, റേച്ചൽ കാഴ്സൺ എന്ന് പറഞ്ഞ ദ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ ആളുടെ പുസ്തകം വായിച്ചിട്ടാണ് അത് ഞാൻ 63 അത് പ്രിന്റ് ചെയ്തത്. ഞാൻ 72 വായിച്ച ആളാണ്. അന്ന് തൊട്ട് ഞാൻ ഇന്ന് ഇയാൾ പറയുന്ന ചോദ്യം ചോദിച്ചപ്പോ പറയുന്ന കാര്യത്തിൽ വിചാരിച്ചിരുന്ന ആളും എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സാധനങ്ങൾ DDT ഒന്നും ഒരിക്കലും ഉപയോഗിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വരുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ഞാനും.
ഞാനിതിന്റെ മുകളിൽ പഠനമൊക്കെ നടത്തി ഇപ്പൊ ഒരു 50 വർഷം കഴിഞ്ഞ് ആ പുസ്തകം എഴുതിയിട്ട് അവരന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ പുസ്തകത്തിന്റെ പേര് സൈലന്റ് സ്പ്രിംഗ് എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് ടൈമത്ത് അതിലെ കിളികളുമില്ല, ഒന്നുമില്ല. അങ്ങനെ അമേരിക്കയിലൊന്നും ഒരു ഭക്ഷണവും ഇനി ഉണ്ടാക്കാൻ പറ്റത്തില്ല, നമ്മളെല്ലാം ചാകാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് അവർ എഴുതിയിരിക്കുന്നത്. 50 വർഷം കഴിഞ്ഞ്. അന്ന് പ്രഡിക്റ്റ് ചെയ്ത കണക്കിനാണെങ്കിൽ അമേരിക്കയിൽ ഒരാളും കാണരുത്. ഇതൊക്കെ ഇതുപോലെ അറിയണം. പിന്നെ നേരത്തെ ഇയാൾ പറഞ്ഞില്ലേ ക്യാൻസർ പിടിക്കുന്ന കാര്യമൊക്കെ. നമ്മളെല്ലാവരും ക്യാൻസർ പിടിച്ചു വരും. അത് രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടല്ല, വയസ്സാകുന്നുണ്ട. 60 വയസ്സിലെ ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തോണ്ടിരുന്ന, ഷഷ്ടിപൂർത്തി ആഘോഷിച്ചിട്ടിരുന്ന മലയാളികളല്ല 80 വയസ്സ്, 75 വയസ്സ്, 80 വയസ്സൊക്കെ ആയിട്ടുണ്ട്. പ്രായം തോറും സെൽ ഡിവിഷൻ ഉണ്ടായി, അതെല്ലാം മ്യൂട്ടേറ്റ് ചെയ്ത് അത് നമ്മൾ ചാകാനായിട്ടുണ്ടായ ജീവിയാണെന്നും മക്കളിലൂടെ ജീവിക്കുന്നതെന്നെങ്കിലും അറിയേണ്ടതുണ്ട്. പ്രായമായി വരിക എന്ന് പറഞ്ഞാൽ 100 കണക്കിന് രോഗമുള്ളവരായി മാറുക എന്ന്. ലോഞ്ചിവിറ്റി പ്ലസ് മോർബിഡിറ്റി എന്നാണ് ഇംഗ്ലീഷിൽ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശരീരം മരിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു 50 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് ശരീരം മരിക്കുക, അതിനെയാണ് വയസ്സാകുക എന്ന് പറയുന്നത്. അപ്പൊ തൊട്ട് നമ്മൾ ഈ തട്ടി കുത്തി ഒരു കമ്പ് കുത്തി വെക്കുന്ന പോലെ 100 കണക്കിന് കമ്പ് കുത്തി പൊക്കി വെക്കുക എന്ന് പറയുന്ന പണിയാണ് അന്ന് തൊട്ട് ചെയ്യുന്നത്. എന്നിട്ട് സകല രോഗവും കൂടെ പിടിച്ചു ചാകും. അപ്പൊ കൂടുതൽ പ്രായമാകുക എന്ന് പറഞ്ഞാൽ മ്യൂട്ടേഷൻ, സെൽ ഡിവിഷനകത്ത് മ്യൂട്ടേഷൻ കൂടുകയും രോഗം കൂടുതൽ വരികയും ക്യാൻസർ പിടിച്ച് എല്ലാവരും മരിക്കണം. ക്യാൻസർ പിടിക്കാതെ നമ്മൾ മരിക്കുന്നത് മറ്റു കാരണങ്ങൾ കൊണ്ട് ചത്തുപോയത് കൊണ്ടാണ് അവർക്ക് ക്യാൻസർ വരാത്തത്. അല്ലെന്നുണ്ടെങ്കിൽ വയസ്സായ എല്ലാ ആൾക്കാർക്കും ക്യാൻസർ വരാനുള്ള സാധ്യതയുള്ളവരാ. ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്. അതിന് പകരം അത് മുഴുവൻ ഈ രാസവളമോ അല്ലെങ്കിൽ രാസപ്രയോഗം നടത്തുന്നു, രാസവളങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാണെന്ന് മനുഷ്യരിങ്ങനെ വിചാരിക്കുന്നത് കൊണ്ടാണ് അതൊക്കെ അങ്ങനെ പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 100 വർഷം കൊണ്ട് 600 കോടി ജനമാണ് ഭൂമിയിൽ കൂടുതൽ ഉണ്ടായത്. 200 കോടിയേ ഉണ്ടായിരുന്നുള്ളൂ. അവരെല്ലാവരും ഒരു 40 വയസ്സിനകത്ത് ചത്തോണ്ടിരുന്ന മനുഷ്യര്, ഒറ്റയ്ക്കും തെറ്റയ്ക്കും മാത്രം ഷഷ്ടിപൂർത്തി ആഘോഷിച്ചിരുന്നത്. അതുകൊണ്ടാണ് ആഘോഷിച്ചത്, 60 വയസ്സ് ആഘോഷിച്ചിരുന്നത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന ഈ മനുഷ്യർ മുഴുവനും കൂടെ ഇന്ന് കേരളത്തിനകത്താണെങ്കിൽ പുരുഷന്മാർ 74 സ്ത്രീകൾ 78 ആയിട്ടിരിക്കുന്ന ലോകത്താണുള്ളത്. അപ്പൊ അത്രയും എന്താ പറഞ്ഞാൽ ഒരു തലമുറ, ഒരു ജീവിതം കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് രോഗം കൂടും. പ്രായമായവരുടെ എണ്ണം കൂടിയാൽ രോഗമുള്ളവരുടെ എണ്ണം കൂടും. ഇതൊക്കെ അങ്ങനെ മനസ്സിലാക്കുന്നതാണ്. അല്ലാതെ രാസവളം ഉപയോഗിക്കുന്നതുകൊണ്ടല്ല, അല്ലെങ്കിൽ രാസവസ്തുക്കൾ തിന്നുന്നതുകൊണ്ടല്ല. അതൊരു തെറ്റായ ധാരണയാണ്. അപ്പൊ ഈ മേഖലകളിലുള്ള അറിവ് ഉണ്ടാക്കിക്കൊണ്ട് ആധുനിക കൃഷി സമ്പ്രദായം ഉണ്ടാക്കണം എന്നാണ് ഗവൺമെന്റ് പറയേണ്ടത്. അല്ല ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നല്ല പറയുന്നത്. വെള്ളം കുറച്ചുപയോഗിച്ച്, വളങ്ങളൊക്കെ ആവശ്യത്തിന് ഉപയോഗിച്ച്, ഇൻസെക്ടിസൈഡ്സ് കയറാതെ നോക്കാവുന്ന സ്ഥലങ്ങളുണ്ടാക്കി കാർഷിക സമ്പ്രദായം എങ്ങനെ ആധുനികവൽക്കരിച്ച് വളർത്താം. ഒരു കൊച്ചു ചെടിയിൽ നിന്ന് പണ്ട് കാലത്ത് 5 തക്കാളിക്ക ഉണ്ടാക്കുന്നിടത്ത് ഇന്ന് 500 തക്കാളിക്ക ഉണ്ടാക്കാനുള്ള കഴിവുള്ളതാക്കി മാറ്റിയിട്ടുണ്ട് നമ്മൾ. അത് നമ്മൾക്ക് ജനിതകമായുള്ള അറിവും ഈ പറയുന്ന രാസപ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി അതിന്റെ അളവ് കൃത്യമാക്കുന്നത് വഴി അവരുടെ ജീവിതം നീട്ടാനും കൂടെ കഴിയുന്നത് കൊണ്ടും അതിന്റെ സാധ്യതകൾ പരമാവധി വികസിപ്പിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള കാർഷിക സമ്പ്രദായത്തിനെയാണ് ആധുനിക കൃഷി എന്ന് പറയുന്നത്. അതാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഗവൺമെന്റിനോട് പറയേണ്ടത് ആധുനിക കൃഷി സമ്പ്രദായം വികസിപ്പിക്കേണ്ടത്, അതിന്റെ അറിവ് കൊടുക്കേണ്ടത് എന്നാണ് പറയേണ്ടത്. അല്ലാതെ ജൈവ കൃഷി തുടങ്ങുമെന്നല്ല പറയേണ്ടത്. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഗവൺമെന്റുകളുടെ കാര്യം വരുമ്പോൾ നമുക്കറിയാം ശ്രീലങ്കയിൽ സംഭവിച്ചത്. ശ്രീലങ്കയിൽ ഭക്ഷ്യക്ഷാമത്തിന് ഇടയാക്കിയ സാഹചര്യം ഉണ്ടായത് പോലും ഇത്തരം ജൈവ കൃഷിയിലോട്ട് അവർ മൂവ് ചെയ്താണെന്നൊക്കെ നമുക്ക് അറിയാം. ഇത് കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുത്ത് ഇപ്പോൾ അതിനെ തുടർന്ന് കേരള ഗവൺമെന്റ് അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതൊരു റൈറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണെന്ന് തോന്നുന്നുണ്ടോ? അമ്പലവും പള്ളിയും വളർത്തി വോട്ട് മേടിക്കണമെന്ന് ആലോചിക്കുന്ന അതേ യുക്തി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്.
ജനാധിപത്യപരമായിട്ട് മനുഷ്യരെ പൗരബോധമുള്ളവരാക്കി മാറ്റുന്നതിന് പകരം അവരെ അടിമകളെ പോലെ കൈകാര്യം ചെയ്യാനായിട്ട്, കുഞ്ഞാടുകളാക്കി മാറ്റാനായിട്ട്, എളുപ്പത്തിൽ വോട്ട് മേടിക്കാനുള്ള യുക്തി കൊണ്ട് പറയുന്നതാണ് അതെല്ലാം. അല്ലാതെ വേറെ യാതൊരു മീനിങ്. കൂടുതൽ പാരമ്പര്യവാദത്തിലേക്ക് പഴയ കാലത്ത് രീതികളായിരുന്നു. പാരമ്പര്യവാദം എന്ന് പറഞ്ഞാൽ ആളുകള് കുഞ്ഞാടുക്കളായിട്ട് ഒരു വിഭാഗമായിട്ട് ഏതെങ്കിലും ജാതിക്ക് അനുസരിച്ചോ മതത്തിനനുസരിച്ചോ വോട്ട് കൊടുക്കുന്ന വോട്ട് ബാങ്ക് സിസ്റ്റത്തിനകത്ത് എളുപ്പത്തിൽ വോട്ട് കിട്ടുമെന്ന് മനസ്സിലാക്കുന്ന പാർലമെന്ററി വ്യാമോഹമുള്ള രാഷ്ട്രീയക്കാരുണ്ടായത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പറയുന്ന മര്യാദകളെല്ലാം പറയുന്നത്, വേറൊന്നുമില്ല. അതുകൊണ്ട് ആ നിലവാരത്തിലൊന്നുമല്ല ഈ വിഷയം പറയുകയും മടുപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്നും ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് ജീവിതം മനസ്സിലാക്കി നേരത്തെ പറഞ്ഞ ഡോസ് എങ്ങനെയാണ് കൃത്യമാക്കേണ്ടതെന്ന് പഠിപ്പിക്കുക എന്നുള്ളതല്ലാതെ ജൈവ കൃഷി തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെ എന്താണ്. മോദി അവിടുത്തെ അമ്പലം ഉണ്ടാക്കുമ്പം ഇവിടുത്തെ ശബരിമലയിലെ ഹെലികോപ്റ്റർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വോട്ട് കിട്ടുമെന്ന് നോക്കുന്ന അതേ യുക്തികളാണ്, വേറെ ഒന്നുമില്ല.